വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം വന്ന ഒരു അപ്ഡേറ്റ്സ് ആണ്. എല്ലാവരും അറിഞ്ഞു കാണും, പത്രം വായിക്കുന്നവരും TV ന്യൂസ് കാണുന്നവരും ഒക്കെ കണ്ടു കാണും. ഈ ഒരു ന്യൂസ് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു ഇത്. കാരണം നമുക്കറിയാം CTET, ടെറ്റ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം KTET. ഓക്കെ, അപ്പൊ ഈ ടെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നമ്മുടെ സുപ്രീം കോടതി വിധി പ്രകാരം എന്താണ്, സുപ്രീം കോർട്ട് മാൻഡേറ്റ്സ് ടെറ്റ് ക്വാളിഫിക്കേഷൻ ഫോർ ടീച്ചേഴ്സ് ഇൻ നോൺ മൈനോറിറ്റി സ്കൂൾസ് അലോസ് ടൈം ഫോർ സർവീസ് ടീച്ചേഴ്സ് ടു ക്ലിയർ ടെസ്റ്റ്. അതായത് സുപ്രീം കോടതി യുടെ ബെഞ്ച് ജസ്റ്റിസ് ദീപക് ദത്തയും ജസ്റ്റിസ് മൻമോഹൻ ഇവരുടെ ബെഞ്ച് വിധിച്ചിരിക്കുകയാണ്. എന്താണ് ടെറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചർ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ജോലി നിലവിൽ ടെറ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് എന്താണ് ടെറ്റ് അനിവാര്യമായി വന്നിരിക്കുന്നു. ടെറ്റ് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ടെറ്റ് ഇല്ലാത്തവർ ഇറങ്ങിപ്പോയി വളരെ മാന്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ടെറ്റ് ഓർ CTET നമ്മുടെ ഓരോ സംസ്ഥാനത്തിന്റെയും ടെറ്റുമായിട്ട് ബന്ധപ്പെട്ട് CTET എന്താണ് അതിന്റെ ഇക്വലൻസി കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, സുപ്രീം കോർട്ട് മേക്സ് ടെറ്റ് മാൻഡേറ്ററി ഫോർ ടീച്ചേഴ്സ് സീക്കിംഗ് ജോബ്സ് ആൻഡ് പ്രൊമോഷൻസ്. ഇറ്റ് ഈസ് pertinent to mention that on July 29, 2011, the National Council for Teacher Education NCT made a TET mandatory for a person to be eligible for the appointment as a teacher. ആ ഒരു കാര്യം 2011 NCT പറഞ്ഞ കാര്യം അതേപോലെ ബാധകമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയോടുകൂടി. അതായത് ടെറ്റ് ഇല്ലാത്തവർ എന്ത് വേണ്ട, സർവീസിൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പം അത് പറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവര് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ ഹൈപ്പ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ മറ്റു കോഴ്സുകൾ CTET കോഴ്സ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഷറീസ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ LP-UP ലോങ് ടേം കോഴ്സിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ KVS, NVS, EMRS, EES, D+B തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകളും എക്സാം അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, അതിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ 7736 75 0473 പറയുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ടെറ്റ് ഇല്ലാത്തവർ സർവീസിൽ വേണ്ട, 5 വർഷത്തിൽ കുറവ് സർവീസ് ഉള്ളവർക്ക് ഇളവ്, ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ തർക്കം വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു എന്താണ് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഞാനിവിടെ പറയാം. അതായത് ന്യൂനപക്ഷ ഇതര സ്കൂളുകളിലെ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സാകാൻ സുപ്രീം കോടതി 2 വർഷം കൂടി അനുവദിച്ചിട്ടുണ്ട്. സമയപരിധി പാലിക്കാത്തവർ സർവീസിൽ നിന്നും ഉറപ്പായിട്ടും പുറത്താകും. അതായത് 5 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവർ അവർക്ക് പ്രമോഷൻ പ്രതീക്ഷിക്കുകയാണെങ്കിൽ മാത്രം ടെറ്റ് പാസ്സായി. അതായത് ഇനി സർവീസ് അവസാനിക്കാനായിട്ട് 5 വർഷമേ ഉള്ളൂ. ചിലപ്പോൾ അവരൊക്കെ HM ആയിട്ടും അല്ലെങ്കിൽ പ്രിൻസിപ്പാളായിട്ടൊക്കെ പോകേണ്ടവരാണെങ്കിൽ അവർക്കും ടെറ്റ് അങ്ങനെ പ്രമോഷനോടുകൂടി പ്രിൻസിപ്പളായിട്ടോ ഹെഡ് മിസ്ട്രസ് ആയിട്ടോ ഹെഡ് മാസ്റ്റർ ആയിട്ടോ ഒക്കെ പോകണമെങ്കിൽ അവർക്ക് ടെറ്റ് ഇല്ലെങ്കിൽ ടെറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം RTA നിയമപ്രകാരം അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. ഇനി നിയമം നടപ്പാക്കും മുമ്പ് സർവീസിൽ പ്രവേശിച്ചവർക്കും ഇത് ബാധകമാണ്. അതായത് ഈ ഒരു നിയമം വരുന്നതിന് മുമ്പ്, ടെറ്റ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ടെറ്റ് ഇല്ലാതെ ആരെങ്കിലും സർവീസിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ടെറ്റ് നേടിയേ പറ്റൂ. ടെറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ആ സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതായത് 2 വർഷത്തിനകം ടെറ്റ് പാസ്സാകാത്തവർക്ക് നിർബന്ധിത വിരമിക്കൽ. ഓക്കെ, അതായത് എന്താണ് ഈ ടെറ്റ് പാസ്സായില്ലെങ്കിൽ 2 വർഷത്തിനകം നിങ്ങൾ ആ ടെറ്റ് പാസ്സായില്ലെങ്കിൽ നിർബന്ധമായിട്ടും വിരമിക്കേണ്ടി വരും. ഓക്കെ,
പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് 20-30 വർഷമായിട്ട് അധ്യാപന ജോലി ചെയ്യുന്നവരെ ടെറ്റ് പാസ്സായിട്ടില്ലാത്തതിനാൽ സർവീസിൽ നിന്നും ഒഴിവാക്കുന്നത് ക്രൂരമാണ്. അവരിൽ ഇന്നലത്തെ കണക്കിൽ 5 വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരെ സുപ്രീം കോടതിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ടെറ്റ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുന്നു. എന്നാൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നത് ടെറ്റ് പാസ്സാകണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ഇനി സർവീസിന് 5 വർഷമേ ഉള്ളൂ, അവരും ടെറ്റ് പാസ്സാകണം, അവരെ സർവീസിനെടുത്ത് കളയണമോ എന്നുള്ളൊരു വിധി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ ടെറ്റ് പാസ്സാകണം, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടത്തില്ല. വളരെ പരിതാപകരമായിട്ടുള്ള വിധിയാണ്. അപ്പൊ നമ്മളെ ടെറ്റ് പാസ്സാകാത്ത പ്രൊമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന 5 വർഷം മാത്രം ഇനി സർവീസിൽ ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ടെറ്റ് ഓർ സി-ടെറ്റ്, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാം സി-ടെറ്റ് ആണ്. ടെറ്റ് ഓർ സി-ടെറ്റ്. നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കെ-ടെറ്റിന് സി-ടെറ്റുമായിട്ട് ഇക്വലൻസി ഉണ്ട്. അതായത് സി-ടെറ്റ് 2 എന്ന് പറയുന്നത് കെ-ടെറ്റ് 2-ന് ഇക്വലൻസി ആണ്. പക്ഷെ കെ-ടെറ്റ് 3, 4 ഒക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് കെ-ടെറ്റ് 3ഉം 4ഉം എഴുതിയെടുത്തേ പറ്റും. ഓക്കെ, അപ്പം 2 വർഷമാണ് തന്നിരിക്കുന്നത്. 2 വർഷത്തിനുള്ളില് നിർബന്ധമായും ടെറ്റ് പാസ്സാകാത്തവര്, ടെറ്റ് ഇല്ലാത്തവര് നിർബന്ധിത വിരമിക്കലിന് തയ്യാറാകേണ്ടതാണ്. അവർക്ക് ഒരിക്കലും സ്കൂളുകളിൽ നിൽക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കത്തില്ല. ആരോട് പറഞ്ഞിരിക്കുന്നതാണിത്? സുപ്രീം കോടതിയുടെ വിധിയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ടെറ്റ് ഇല്ലാത്തവര് കെ-ടെറ്റ് എഴുതിയെടുക്കുക. ഇനി കെ-ടെറ്റ് 2-നോട് ഇക്വലൻസി ഉള്ളതാണ് സി-ടെറ്റ് 2. അങ്ങനെ സി-ടെറ്റ് 2 കെ-ടെറ്റ് 2-നേക്കാൾ എളുപ്പമാണ് എഴുതാൻ. ഇപ്പൊ ഉടൻ തന്നെ സി-ടെറ്റ് 2ഉം വിളിക്കുന്നുണ്ട്. ഇതുവരെ അതായത് നമ്മളെ ടെറ്റിന് ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ടെറ്റിന്റെ എക്സാം വരാറായി. അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കെ-ടെറ്റ് 2 ക്വാളിഫൈഡ് ആകാത്തവരുണ്ടെങ്കിൽ കെ-ടെറ്റ് 2 എഴുതുവാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, അതായത് DLED ഒക്കെ ഉള്ളവര്, B.Ed ഉള്ളവര് ഉണ്ടെങ്കിൽ അവർക്ക് സി-ടെറ്റിന് ഇനി അപേക്ഷിക്കാം. സി-ടെറ്റ് ഉടൻ തന്നെ വിളിക്കും. ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ സി-ടെറ്റ് വരും. ഉടൻ തന്നെ എക്സാം നടക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് സി-ടെറ്റ് എങ്കിലും എഴുതി നിങ്ങൾ പാസ്സാകണം കേട്ടോ. ഓക്കെ, സി-ടെറ്റിനൊക്കെ താല്പര്യമുള്ളവർക്ക്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഇവിടേക്ക് വരികയും ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിർബന്ധിതമായിട്ടും സി-ടെറ്റ് എഴുതി പാസ്സാകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കൂളിൽ നിൽക്കാൻ പറ്റൂ. ടെറ്റ് ഇല്ലാത്തവർ സർവീസിൽ വേണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്നവര് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.